ഈ അതിർത്തി കടന്നെത്തുന്ന ഭീകരവാദത്തിന് പിന്തുണ കൊടുക്കുന്നത് ഉല്ലാസ് ബാബുവിന്റെ പാർട്ടിയാണ് എന്നുള്ളത് ഇന്ത്യയിൽ ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് 56 ഇഞ്ച് നെഞ്ചളവിന്റെ പിൻബലത്തിൽ ഇന്ത്യയിൽ അധികാരത്തിലെത്തി എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ കാശ്മീരിലെ ഭീകരവാദികൾക്ക് മുമ്പിൽ ഇന്ത്യൻ ജനതയെ ഇട്ടുകൊടുക്കുന്ന ഒരു ഭരണവർഗത്തിന്റെ തനിസ്വരൂപം ഇന്ത്യൻ ജനത തിരിച്ചറിയും. ഈ തീവ്രവാദ വിഷയവുമായി ബന്ധപ്പെട്ട് സ്മൃതിയോടാണ് ചോദ്യം. നിതിൻ കാണിച്ചേരി എന്ന് പറയപ്പെടുന്ന CPM-ന്റെ നേതാവ് പറഞ്ഞു, ഭാരത സർക്കാർ അവര് ഈ പാവപ്പെട്ട ടൂറിസ്റ്റുകളെ തീവ്രവാദികൾക്ക് മുമ്പിൽ ഇട്ടുകൊടുത്തു എന്ന് പറഞ്ഞു. നിങ്ങൾ അതിൽ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ ആ അനാവശ്യമായ സ്റ്റേറ്റ്മെന്റിനെ അംഗീകരിക്കുന്നുണ്ടോ? ജിന്നയുടെ സ്പീച്ചിൽ പേരിട്ടതിൽ കുഴപ്പമില്ലാത്ത വാരിക്കുന്നതിന് വേണ്ടി സംസാരിച്ച ഈ നിതിൻ പറഞ്ഞ ഈ മോശത്തരം സ്റ്റേറ്റ്മെന്റിനെ തരികാമിയോട് പോയി ചോദിക്കുന്നതിനെ ഒറ്റ ഭീകരരെയും പിടിച്ചിട്ടില്ല. സുരക്ഷാ വീഴ്ച എന്നുള്ളത് ഇവിടുത്തെ പ്രതിപക്ഷം ചോദിക്കും. അതിന് രോഷം കൊണ്ടിട്ട് കാര്യമില്ല. സുരക്ഷാ വീഴ്ച ഇവിടുത്തെ പ്രതിപക്ഷം ചോദിക്കും. അതിന് രോഷം കൊണ്ടിട്ട് കാര്യമില്ല. സുരക്ഷാ വീഴ്ച ഇവിടുത്തെ പ്രതിപക്ഷം ചോദിക്കും. അതിന് രോഷം കൊണ്ടിട്ട് കാര്യമില്ല. നിങ്ങളടക്കമുള്ള ആളുകളുടെ പാർട്ടിയാണ് എന്നുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ഞങ്ങളുടെ ദേശസ്നേഹത്തൊന്നും നിങ്ങൾ വന്ന് അളക്കാൻ വരണ്ട. എന്തടിസ്ഥാനത്തിലാണ് താങ്കൾ പറഞ്ഞത്? എന്തടിസ്ഥാനത്തിലാണ് താങ്കൾ പറഞ്ഞത് ഇവിടുത്തെ തീവ്രവാദ സംവിധാനങ്ങൾക്ക് ഇട്ടുകൊടുത്താണെന്ന് പറഞ്ഞത്? എന്താണോ പറഞ്ഞത്? ടർക്കിയിലേക്ക് 10 കോടി രൂപ സഹായം കൊടുത്തത് ഏത് പാർട്ടിയാണെന്ന് നിതിനറിയാമോ? അങ്ങനെയുള്ള സകലവിധ വേഷക്കെട്ടുകൾ ഉല്ലാസ് ബാബു, തീവ്രവാദികൾ ആദ്യം പിടിക്കാൻ പറയൂ. ആദ്യം ഇന്ത്യ ഗവൺമെന്റിനോട് ആ വെടിവെച്ച് വന്ന 4 തീവ്രവാദികളെ പിടിക്കാൻ പറയൂ. 4 തീവ്രവാദികളെ പിടിക്കാൻ പറയൂ.